അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാഹത്തല്ലേ? അൽഹംദുലില്ലാഹ്. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ എന്ന മനോഹരമായ ആശയത്തിലൂടെ വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. കൽമ നിറച്ച് ദുആ ചെയ്യുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള വലിയ തൗഫീഖ് അല്ലാഹു നസീബാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, കുറഞ്ഞ സമയം കൂടുതൽ കാര്യങ്ങൾ, അതാണ് നമ്മുടെ ആശയം. ഇന്ന് നമ്മൾ പഠിക്കുന്നത്, നമ്മൾ സഞ്ചരിക്കുന്ന ദുൽഹിജ്ജ മാസത്തിലൂടെയാണ്. നമുക്കറിയാം, നമ്മുടെ നാശം ആഗ്രഹിക്കുന്നവരാണ് പലരും, അല്ലേ? നമ്മുടെ ഉയർച്ച പലരും ആഗ്രഹിക്കണില്ല. കൂടെ തോളോട് തോള് ചേർന്ന് നടക്കുന്നവർ പോലും നമ്മുടെ നന്മ ആഗ്രഹിക്കൂല, നമ്മുടെ ഉയർച്ച ആഗ്രഹിക്കൂല. മനസ്സിൽ പുറമേ ചിരിച്ച് കാണിച്ചാലും ഉള്ളിൽ അവൻ എത്തിപ്പെട്ടല്ലോ, അല്ലെങ്കിൽ നന്നായല്ലോ, അവൻ വീടായല്ലോ, വണ്ടിയായല്ലോ, ഭാര്യയായല്ലോ, മക്കളായല്ലോ എന്ന ആകുലതകളും വ്യാകുലതകളും കൊണ്ട് നമ്മളെ ഇങ്ങനെ നശിപ്പിക്കാമെന്ന് കരുതി നടക്കുന്നവരാണ്. ചാരി നിൽക്കുന്ന മണ്ണിനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലത്താണ്, അല്ലേ? നമ്മുടെ ശത്രുക്കൾ നമ്മുടെ കുടുംബത്തിലാണ്. നമ്മുടെ കൈ, മഹാന്മാർ പറയും, നമ്മുടെ കൈ തന്നെയാണ് നമ്മുടെ ശത്രു എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈയാണ് തെറ്റിയാണത്, നമ്മളെ നരകത്തിലേക്ക് എത്തിക്കുന്ന കൈയാണ്. അതുപോലെ നമ്മുടെ കുടുംബത്തിൽ തന്നെ നമ്മുടെ ശത്രുക്കളുണ്ട്. നമുക്ക് ആരും തിരിച്ചറിയില്ല, നമുക്ക് എല്ലാവരെയും നമ്മൾ സ്നേഹത്തോടെ കാണണം, പെരുമാറണം, ആരോടും പിണക്കയില്ല, വഴക്കില്ല. പക്ഷേ പലപ്പോഴും നമ്മൾ താറുമാറാകുന്ന, നമ്മളെ പരാജയപ്പെടുത്താൻ തക്കം പാത്ത് ചില ആളുകൾ നിൽക്കുന്നുണ്ട്. എന്നാൽ മഹാനായ ഹാരിസുൽ മഹാസബി റളിയല്ലാഹു തആല പറഞ്ഞു, 10 കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ ചേർത്തു പിടിക്കാൻ ശ്രമിച്ചാൽ ഒരാൾക്ക് നിങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയില്ല. അല്ലാഹ് നിങ്ങളെ സഹായിക്കും. ആര് നിങ്ങളെ പരാജയപ്പെടുത്താൻ നോക്കിയാലും അല്ലാഹ് നിങ്ങളെ സഹായിക്കുന്ന 10 കാര്യങ്ങൾ ചില വേഗത്തിൽ ഞാൻ പറഞ്ഞു തരാം. ഈ 10 കാര്യങ്ങൾ ഈ ദുൽഹിജ്ജ മാസത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? പരിശ്രമിക്കുക, ചേർത്ത് പിടിക്കുക. നമ്മളത് ഒഴിവാക്കേണ്ടത് ഒഴിവാക്കുക, ഉണ്ടാക്കേണ്ടത് ഉണ്ടാക്കിയെടുക്കുക. ഇതൊരു ജീവിതത്തിന്റെ ഗുണപാഠമായി മാറ്റുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ ദുൽഹിജ്ജ മാസത്തിൽ അല്ലാത്ത മാസങ്ങളിൽ ചെയ്യാം, പ്രത്യേകിച്ച് ദുൽഹിജ്ജ മാസത്തിൽ ഈ 10 കാര്യങ്ങൾ നമ്മൾ ചേർത്തു പിടിക്കാൻ മഹാനായ ഹാരിസുൽ മഹാസബി റളിയല്ലാഹു തആല പറയുന്നു, ചേർത്തു പിടിച്ചാൽ ഒരാൾക്ക് നിങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയില്ല, ഒരു ശത്രുവിനും പരാജയപ്പെടുത്താൻ കഴിയില്ല. അല്ലാഹ് നിങ്ങളെ സഹായിക്കുന്നതാണ്. ആ യഖീൻ, ആ ഉറപ്പ് നമുക്ക് ഉണ്ടാകണം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഏത് പരാജയത്തിൽ നിന്ന് രക്ഷപ്പെടാനും ഇത് ഉപകരിക്കുമെന്ന് മഹാരഥൻ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഒന്നാമത് മഹാരഥൻ രേഖപ്പെടുത്തി വെക്കുന്നു, അല്ലാ യഹ്ലിഫല്ലാഹു ലാ സിദ്ഖൻ വലാ കദിബൻ ലാ സഹവൻ അൻദൻ. അല്ലാഹനെ പിടിച്ച് നിങ്ങൾ സത്യം ചെയ്യരുത്. അല്ലാഹ് അങ്ങനെ ചെയ്തു, അല്ലാഹ് ഇങ്ങനെ ചെയ്തു, അല്ലാഹ് ഞാൻ പോയേ, അല്ലാഹ് ഞാൻ പറഞ്ഞു, അല്ലാഹനെ കൊണ്ട് സത്യം ചെയ്യരുത്. നമ്മൾ എന്ത് പറഞ്ഞാലും അല്ലാഹി 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 സത്യം ചെയ്യരുത്. അല്ലാഹ് ഒരു അത്ഭുതമാണ്. ആ പടച്ചോനെ പിടിച്ചെടുത്ത് സത്യം ചെയ്യരുത്. നിങ്ങൾ സത്യം ഒഴിവാക്കണം. ജീവിതത്തിൽ ബറക്കത്ത് ഉണ്ടാകുമെന്ന് മഹാരഥൻ രേഖപ്പെടുത്തി വെക്കുന്നു. അപ്പൊ ഒന്നാമത് സത്യം വിടാതിരിക്കുക. അല്ലാഹനെ കൊണ്ട് നിങ്ങൾ സത്യം വിടരുത്. 2, ഇഹ്തിറാസുൽ കദിബ, കളവ് പറയരുത്. നമ്മൾ പലപ്പോഴും നാവ് കൊണ്ട് നമ്മുടെ മൊബൈൽ ഫോൺ നമ്മളെ കളവിലേക്ക് എത്തിക്കണം. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവൂല, എവിടെ എത്തിയിടാ? ഞാൻ അങ്ങാടി എത്തി, ഞാൻ ബസ്സിലാണ്, ഞാൻ ട്രെയിനിലാണ്, അല്ലെങ്കിൽ ഞാൻ ബസ് സ്റ്റോപ്പിലാണ്. ഇപ്പൊ വരും, നമ്മൾ വീട്ടിൽ നിന്ന് കുളിച്ചിട്ട് പോലും ഉണ്ടാവൂല. കളവ് പറയും, അല്ലേ? കളവ് പറയൽ, ജീവിതത്തിൽ കളവ് പറയൽ പരാജയത്തിന്റെ പടുകുഴിയിലാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കളവ് പറഞ്ഞ നാവ് കൊണ്ട് കലിമ പോലും പറയാൻ പറ്റുമെന്ന് നിബിധങ്ങൾ പറഞ്ഞില്ലേ? നഊദു ബില്ലാഹ്, അല്ലാഹ് കാക്കട്ടെ. ആ നാവ് കൊണ്ട് കലിമ പറയാൻ പറ്റൂല. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ശ്രദ്ധിക്കുക. നാവ് കൊണ്ട് നമ്മൾ ഖുർആൻ പറഞ്ഞ എന്താ? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ. നല്ലത് വർത്തമാനം പറയണം. അള്ളാഹിന്റെ പരിശുദ്ധമായ ഖുർആൻ അതാ പറഞ്ഞത്, നിങ്ങൾ സത്യം പറയുന്നവനോടൊപ്പമാണ് റബ്ബുള്ളതെന്നാണ്. അള്ളാഹു ഭാഗ്യം തരട്ടെ. മക്കളോട് കള്ളം പറയാൻ പഠിപ്പിക്കരുത്, അവരെ സത്യം മാത്രം പഠിപ്പിക്കുക. നമ്മൾ കളവോട് മുമ്പിൽ വെച്ച് പറയരുത്. നമ്മൾ പറയാൻ പാടില്ല, എന്നാലും മക്കളുടെ മുമ്പിൽ വെച്ച് ഒട്ടും പറയരുത്. അവർ കേട്ട് പഠിക്കരുത്. അപ്പൊ പറയണോണ്ട് പ്രശ്നമൊന്നുമില്ല എന്ന ചിന്ത വരും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മൂന്നാമത്തത്, നമ്മൾ തർക്കുൽ ലഅന ഇൻ കാന ളാലിമൻ. നമ്മൾ ആരെന്ത് ചെയ്താലും ശപിക്കരുത്. നീ ഒരിക്കലും നന്നാവില്ലടാ, നീ കോണം പിടിക്കൂ, നീ അല്ലെങ്കിലും അങ്ങനെ, നീ വണ്ടി ഇടിക്കോടാ എന്നൊക്കെ നമ്മൾ ദേഷ്യം വരും. ആരെങ്കിലും നമ്മൾ എന്തെങ്കിലും പറഞ്ഞാലോ കേട്ടാലോ അടിച്ചാൽ നമ്മൾ ശപിക്കാറുണ്ട്. പാടില്ല. മക്കളെ കുരുത്തക്കേട് കാണിക്കും, നീ ഒരു കാലത്ത് നന്നാവൂലടാ, പറയല്ലേ ഉമ്മ, പറയല്ലേ വാപ്പ. ഒരാളെ കുറിച്ച് നമ്മൾ ശാപം പറയും, അത് നമ്മിലേക്ക് തിരിച്ചു വരുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിബിധങ്ങൾ പറഞ്ഞെന്താന്ന് അറിയോ? ഇന്നമാ ബുഇസ്തു മുഅല്ലിമൻ മുയസ്സിറാ ലം യബ്അസ് ലുആന. ശാപവാക്കായിട്ട് നബി അല്ലാഹുവിന്റെ റസൂൽ എന്നെ പറഞ്ഞു വിട്ടിട്ടില്ല എന്ന് നിബിധങ്ങൾ പറയാൻ. നമ്മൾ ഒരാളെ നമ്മൾ ചിലപ്പോൾ അടിക്കും, ഇടിക്കും, തൊഴിക്കും, പരാജയം
പരാതി പറയും, കുറ്റങ്ങളൊക്കെ പറയും. എന്നാൽ നിങ്ങൾ പഠിച്ചു വെച്ചോളി, അതെല്ലാം അള്ളാലേക്ക് തവക്കുലാക്കുക. അള്ള മറുപടി കൊടുത്തോളൂ. നമ്മളതിന് പ്രതികാരം ചെയ്യാൻ പോണ്ട. നമ്മൾ പ്രതികാരം ചെയ്യാൻ അത് കുറഞ്ഞു. നമ്മൾ അലല്ല റബ്ബിലേക്ക് വിട്ടേക്കും. നമ്മളെ ആര് എന്ത് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ, പ്രയാസപ്പെടുത്തിയിട്ടുണ്ടോ, പറഞ്ഞു ഉള്ളു പൊട്ടിയൊന്ന് ദുആ ചെയ്ത് അള്ള ഏറ്റെടുത്തോളൂ. ഉറപ്പാണ്. നമ്മൾ ആരെയും ശപിക്കാൻ പോകരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വേഗം ഞാൻ പറഞ്ഞു പോവാൻ. അഞ്ചാമത്തത് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്ന തർക്കുദ്ദുആഇ അലൽ അഹദ്. ഒരാൾക്ക് എതിരിലും ദുആ ചെയ്യരുത്. അല്ലാഹുവേ അവനെ തകർക്കണേ, അവന്റെ ബിസിനസ് പൊട്ടണേ റബ്ബേ, അവളെ മോക്ക് SSLC +2 അഡ്മിഷൻ കിട്ടല്ലോ റബ്ബേ, എന്റെ കൊച്ചിനെ മാത്രം കിട്ടണേ അല്ലാ. ദുആ ചെയ്യല്ലേ ഉമ്മ, ദുആ ചെയ്യല്ലേ ഉമ്മ. ഒക്കെ 2 നില വീട്, അവന്റെ ജോലി. ആർക്കും എതിരിൽ ജോലി ചെയ്യരുത്, എതിരിൽ ദുആ ചെയ്യരുത്. ഒരാൾക്കെതിരിൽ നമ്മൾ ദുആ ചെയ്യാൻ പാടില്ല. അല്ലാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ആറാമത്തത് പറഞ്ഞു തർക്കു ഷഹാദത്തു അലന്നാസ് ബികുഫ്രിൻ ഔ ബിശിർക്കിൻ ഔ ബിനിഫാഖിൻ എന്ന് പറഞ്ഞാൽ ഒരാളെയും നമ്മൾ കാഫിറെന്നോ മുനാഫിക്കെന്നോ നമ്മൾ വിധിക്കാൻ പാടില്ല. റബ്ബിന്റെ കോപം വരുത്തും. നമ്മൾ ആരെയും ഇല്ല മുനാഫിക്കെന്നോ കാഫിറെന്നോ നമ്മൾ വിളിക്കാൻ പാടില്ല. അത് അല്ലാഹയാണ് ഈമാൻ പരിഗണിക്കുന്നത്. നമുക്ക് ഈമാൻ ഉറപ്പെടുന്ന എന്താ ഉറപ്പ്? നമ്മുടെ ഈമാൻ അല്ലാഹ് സ്വീകരിച്ചെന്ന് എന്താ ഉറപ്പ്? ഉറപ്പില്ല. നമ്മൾ ആർക്കും എന്തില്ല, നമ്മൾ ജനങ്ങൾക്ക് മുന്നിൽ അവന് കാഫിറാണ്, ആ മുനാഫിക്കാണ് എന്നാൽ നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കണ്ട. നമുക്കെന്ത് യോഗ്യതയുള്ളത്? നമ്മൾ ഒരാളുടെ ഈമാനെ അളക്കാൻ നമുക്കെന്ത് യോഗ്യത ഉണ്ടെന്ന് പ്രിയപ്പെട്ടവരെ? നമ്മൾ ആരെയും കുറ്റപ്പെടുത്താൻ പാടില്ല. നമ്മൾ ആരെയും മുനാഫിക്കെന്നോ കാഫിറെന്നോ നമ്മൾ ആരെയും വിളിക്കാതെ റബ്ബിന്റെ കോപം വരുത്തും. അതുപോലെ ഏഴാമത്തത് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു തർക്കുൽ ഖസ്ദുൽ മഅസിയത്തു ളാഹിറു ബാത്തിന. തെറ്റിനെ നമ്മുടെ ജീവിതത്തിൽ തെറ്റ് ചെയ്യാൻ മനസ്സിലൊരിക്കലും കരുതരുത്. ആ ഉപേക്ഷിക്കണം. അന്ന് സിനിമ റിലീസാണ്, നാളെ ഒന്ന് പോയി സിനിമ കാണണം ഉദ്ദേശിക്കരുത്. അത് ജീവിതത്തിൽ പരാജയമാണ്. തെറ്റ് ചെയ്യാൻ മനസ്സിൽ ഉദ്ദേശിക്കരുത്, അതിനുപേക്ഷിക്കണം. തെറ്റ് ചെയ്യാൻ പാടില്ല. അത് ചെയ്യണമെന്ന് മനസ്സിലെ ഉദ്ദേശം കൊണ്ടുവരാൻ പാടില്ല. അത് അല്ലാഹു പരാജയപ്പെടുത്തും, നമ്മളെയും അല്ലാഹു പരാജയപ്പെടുത്തുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കാൻ. അതുപോലെ വേഗത്തിൽ പറഞ്ഞു പോട്ടെ. എട്ടാമത്തത് റഫ്ഉ തഅബിക വശ തശ്വീക അനിൽ ഖൽഖി ഖലീലൻ ഔ കസീറ. ജനങ്ങളെ ഫിത്നയിലാക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കണം. ഇത് ഏറെ അബദ്ധമാണ്. വാട്സപ്പ് എന്നൊരു സാധനമുണ്ട്, ഇൻസ്റ്റഗ്രാം എന്നൊരു സാധനമുണ്ട്, സോഷ്യൽ മീഡിയ എന്നുള്ള ചുരുക്കം പറഞ്ഞ സോഷ്യൽ മീഡിയ ഉണ്ട്. കുറെ ആപ്പുകളാണ്. ഒരു ഞെക്ക് ഒരു കുത്ത് ഷെയറാണ്. 100 കണക്കിന് ആളുകളിലേക്ക് എത്തും. മനുഷ്യ അറിഞ്ഞിട്ടുണ്ടാവില്ല. ആ മനുഷ്യ അറിഞ്ഞിട്ടുണ്ടാവില്ല. പല കേസിലും പിടിക്കപ്പെട്ടു. അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, അറിഞ്ഞിട്ടുണ്ടാവില്ല. നിരപരാധികൾ എത്രയോ ക്രൂശിക്കപ്പെടുന്ന സോഷ്യൽ മീഡിയ കാലം. സത്യം എന്താണെന്നറിയില്ല. നമ്മൾ കിട്ടുന്നു, തട്ടുന്നു, അത് കേട്ട് മറ്റുള്ളവർ ഞെട്ടുന്നു. ഇതാണ് അവസ്ഥ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യം എന്താണെന്നറിയാതെ മറ്റുള്ളവരെ ഫിത്നയിലാക്കുന്ന, മറ്റുള്ളവർക്ക് മോശം വരുന്ന, മോശം ചിന്തകൾ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ അവനെക്കുറിച്ച് മോശത്തരങ്ങൾ കരുതുന്ന തെറ്റിദ്ധാരണ വരുന്ന ഒരു കാര്യങ്ങളും നമ്മൾ പറയാനോ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനോ ചെയ്യാനോ പാടില്ല. നമ്മൾ തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന ഉറപ്പാണോ? നമ്മൾ ചെയ്യരുത്, ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ അത് പ്രശ്നമാണ്. അത് അള്ളാഹു നമ്മളെ പരാജയപ്പെടുത്താൻ കാരണമാകും. അതുപോലെ 9ാമത്തെ മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു ജനങ്ങളിൽ നിന്നും ഒന്നും ആഗ്രഹിക്കരുത്. നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ പറയുമ്പോഴേ ചിലർ പറയും, എന്നാലും അവൻ എന്നോടത് കാണിച്ചല്ലോ, ഞാൻ അവർ ഇന്നതൊക്കെ കൊടുത്തില്ലേ, വാപ്പ ഉമ്മ നമ്മളത് കൊടുത്തു, അത് അല്ലാഹ് നമുക്ക് തരും. ഓനിൽ നിന്ന് നമ്മളൊന്നും പ്രതീക്ഷിക്കരുതെന്നേ. നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ തിരിച്ചു കിട്ടണമെന്ന് വാശി പിടിച്ചാൽ, അത് സ്നേഹമായാലും സഹായങ്ങളായാലും, പൈസ കൊടുത്താൽ തിരിച്ചു കിട്ടണം, അത് വേറെ കാര്യം. പക്ഷെ അതല്ലാതെ നമ്മൾ മറ്റൊന്നും നമ്മൾ പ്രതീക്ഷിക്കരുത്. നമ്മൾ സങ്കടപ്പെടുത്തും, നമ്മൾ പരാജയം സംഭവിക്കും. നമ്മൾ അതിങ്ങനെ ചിന്തിച്ച് നമ്മുടെ നാശമാണ്. നമ്മളൊന്നും പ്രതീക്ഷിക്കണം. റബ്ബിലേക്ക് വിട്ടേക്കുക. അത് നമ്മളെ സഹായിക്കുക. അള്ളാഹ് സഹായിക്കും. ഒരു അടിമയെ ഒരു മനുഷ്യൻ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹ് സഹായിക്കുമെന്നല്ലേ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജനങ്ങളിൽ നിന്നും നമ്മൾ ഒരാൾക്ക് സഹായം ചെയ്തു കൊടുത്തു, മക്കളെ കെട്ടിക്കാൻ നമ്മൾ സഹായം കൊടുത്തു, അതൊക്കെ ശരി തന്നെ. തിരിച്ചൊന്നും പ്രതീക്ഷിക്കരുത്, അത് നമുക്ക് പരാജയമാണ്. അതുപോലെ 10ാമത് പറയുന്നു, നിന്റെ ശരീരത്തിന് മറ്റൊരാളെക്കാൾ സ്ഥാനമുണ്ട് എന്ന് നമ്മൾ ഒരിക്കലും കരുതരുത്. മനസ്സിലായില്ലേ? ഞാൻ അവനൊക്കെ നല്ലതാണ്, നമുക്കെന്ത് യോഗ്യതയാണ്? നമ്മൾ അതായത് മറ്റൊരാളെക്കാൾ നീ നല്ലവനാണ് എന്ന് ചിന്തിക്കരുത്. അതാണ് എന്റെ ചുരുക്കം. നമ്മൾ നല്ലതാണ്, ബാക്കിയുള്ളവരൊക്കെ ചീത്തയാണ്. ഞാൻ മുത്തക്കിയാണ്, ഞാൻ വെറുതെ ഇടുന്നു, നിസ്കാരത്തോടുണ്ട്, ഹജ്ജുണ്ട്, ഉംറയുണ്ട്. എന്ത് കാര്യം? നമ്മൾ മറ്റുള്ളവരെക്കാൾ താഴെയാണെന്ന് കരുതണം. അതാണ് വേണ്ടത്. അപ്പൊ വിനയം ഉണ്ടാവും. നമ്മൾ ഇതെന്താണെന്ന് അറിയോ, ഞാൻ ആചാരാണ്, ഞാൻ ഉംറയ്ക്കുമാണ്, നിസ്കാരത്തോടുണ്ട്, ഞാൻ വലിയ ആളാണ് ചിന്തിക്കരുത്. നമ്മൾ ജനങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുകയോ 10ാമത് പറഞ്ഞു
പറഞ്ഞ ജനങ്ങൾ നമ്മൾ വലിയവരാണ്, ഞാൻ വലിയ ആളാണ് എന്ന ചിന്തയൊന്നും പാടില്ല. ഈ 10 കാര്യങ്ങൾ ആര് ജീവിതത്തിൽ ശ്രദ്ധിച്ചാലും ഉറപ്പായും അവന് ശത്രുക്കൾക്ക് പോലും പരാജയപ്പെടുത്താൻ കഴിയൂല. അള്ളാഹു അവൻ അറിയാത്ത മാർഗത്തിലൂടെ സഹായങ്ങൾ എത്തിച്ചു തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് എടുത്ത് മഹാനായ ഹാരിസുൽ മുഹാസബി റളിയല്ലാഹു തങ്ങൾ പഠിപ്പിക്കാൻ അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. കുറഞ്ഞ സമയം കൂടുതൽ കാര്യങ്ങൾ. ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾക്കായി ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുആവസിയത്ത് അറിയിച്ചിട്ടുണ്ട്. അള്ളാഹ് കബൂലാക്കട്ടെ, സ്വീകരിക്കുമാറാകട്ടെ. ദുആവസിയത്തുകളെ കാണുന്നുണ്ട്, മറുപടി നൽകുന്നുമുണ്ട്. അള്ളാഹ് കബൂലാക്കട്ടെ, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ തന്നെ മറ്റൊരു ചാനലാണ് ബദറിൻ തീരം എന്ന ചാനൽ. ആ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് മഹാന്മാരുടെ ചരിത്രം പാടി പറയുന്ന ഒരു മജ്ലിസാണ്. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. ദുആവസിയത്തോടെ ദുആയിൽ മറന്നു പോകരുത്. ഇൻഷാ അള്ളാഹ് പുതിയൊരു അറിവുമായി വീണ്ടും നമ്മൾ കണ്ടുമുട്ടാം. അള്ളാഹ് സ്വീകരിക്കട്ടെ. ദുആവസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.